ഇപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ആദനാട് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ സംഭവം, അതിലെ തത്സമയ ദൃശ്യങ്ങളാണ്. ലോറി തകർന്നിട്ടുണ്ട് പൂർണ്ണമായും. ലോറിക്കുള്ളിൽ മുസ്തഫയെ കണ്ടെത്തി എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തേക്ക് വരികയാണ്. ലോറി വലിയ ചതുപ്പിലാണ് അകപ്പെട്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്തഫയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ്, അവിടെ നിന്ന് പുറത്തെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. 70 അടി താഴ്ചയിലേക്കാണ് ഈ ലോറി മറിഞ്ഞിട്ടുള്ളത്. ചതുപ്പാണ് അവിടെ, മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ലോറി വീണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുസ്തഫയെ പുറത്തെടുക്കുക എന്നുള്ളത്, മുസ്തഫയെ കണ്ടെത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 5.5 മണിക്കൂറിന് ശേഷമാണ് മുസ്തഫയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, മുസ്തഫയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ സ്കൂബ ഡൈവിംഗ് സംഘം എത്തിയിട്ടുണ്ട്. അപ്പോൾ മുസ്തഫയെ കണ്ടെത്തി എന്നുള്ള വാർത്ത, അതിൻ്റെ തുടർ വാർത്തകൾ എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അജി കുഞ്ഞുമോനുണ്ട്. അജി, മുസ്തഫയെ കണ്ടെത്തിയെന്ന പ്രധാനപ്പെട്ട വാർത്ത. അനുജ, തീർച്ചയായിട്ടും മുസ്തഫ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോറിക്കുള്ളിൽ മുസ്തഫയെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോറി തകർന്നിട്ടുണ്ട് എന്നാണ് ഈ ഫയർഫോഴ്സ് സംഘം അടക്കം പറയുന്നത്. ഇവിടെ ഇരുട്ട് വീഴുകയാണ്. ഇപ്പോൾ എത്രയും വേഗം തന്നെ ലോറി ഉയർത്തുവാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. വലിയ തലത്തിൽ ഉള്ള ഒരു അപകടം മണിക്കൂറുകൾ പിന്നിടുന്നു. ഉച്ചയ്ക്ക് 12:30 നടന്ന അപകടം, അത് പുറം ലോകം അറിഞ്ഞത് 1:10 വലിയ തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇതുവരെയും ആ മനുഷ്യജീവൻ, മുസ്തഫ എന്ന് പറഞ്ഞ ലോറിയുടെ ക്ലീനറെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുസ്തഫ എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇവിടെ ഉണ്ടായത്. മലപ്പുറം സ്വദേശിയാണ് മുസ്തഫ. ഏതായാലും മുസ്തഫ ഈ ലോറിയിൽ ഈ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ്. ആ ലോറിയിൽ സഹായിയായി കുറേ നാളുകളായി പ്രവർത്തിക്കുകയാണ്. ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം, ഈ ലോറി ഉയർത്താൻ പോവുകയാണ് അനുജ. നമുക്കത് ദൃശ്യങ്ങൾ കാണാം. അവർ ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡൈവേഴ്സ് 4 മുങ്ങൽ വിദഗ്ധരാണ് ഈ ചെളിയിൽ ആണ്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവർ ഉടനെ തന്നെ ലോറി ഉയർത്തും എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അത് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോറി ഉയർത്തും. നേരത്തെയൊക്കെ ലോറി ഉയർത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഈ ചെളിയിൽ ആണ്ടുപോയത് കൊണ്ട് തന്നെ അത് ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ ഉയർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ ഘട്ടത്തിലൊന്നും തന്നെയും നടന്നില്ല. ഇപ്പോൾ രണ്ടാമത് ബെൽറ്റും റോപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഉടനെ തന്നെ ലോറി ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ അപകടം നടക്കുന്നത്. അപകടം നടക്കുന്ന സമയത്ത് തന്നെ ഈ ലോറിയുടെ ഡ്രൈവറായിരുന്നു ജാഫർ രക്ഷപ്പെട്ടിരുന്നു. ജാഫറിനെ രക്ഷിക്കാനായിരുന്നു. പക്ഷേ സഹായിയായ വണ്ടിയുടെ ക്ലീനറായ മലപ്പുറം സ്വദേശിയായ മുസ്തഫയെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലോറി പൂർണ്ണമായും ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. 40 വർഷമായി ഉപയോഗശൂന്യമായ ഒരു കോറിയാണ്. ആ കോറിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. ഈ അപകടത്തെപ്പറ്റി നാട്ടുകാർ, ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഒരു പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വണ്ടി ഇവിടെ നിർത്താം എന്നുള്ള കരുതിയാണ് ഡ്രൈവർ ഇങ്ങോട്ട് വാഹനം എടുത്തത്. പക്ഷേ ഇവിടെ കോറിയാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മെയിൻ റോഡുകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങളൊക്കെ സുരക്ഷ ഓർമ്മിപ്പിക്കുന്ന ബോർഡുകളോ അല്ലെങ്കിൽ കോറി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ കവചങ്ങളൊന്നും തന്നെയും ഈ മേഖലകളിലില്ല. ഇവിടെ കോറി ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് നേരെ ഇവിടേക്ക് ലോറി താഴേക്ക്, അതായത് 70 അടി താഴ്ചയിലുള്ള ഈ കോറിയിലേക്ക് വീണ് പോയതുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. കാരണം വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് നേരെ ഈ കോറിയിലേക്ക് വാഹനം പതിച്ചത്. ഇപ്പോൾ സമയം ഏറെ വൈകുന്നു, ഇരുട്ട് വീണ് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഏതായാലും അവർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുങ്ങൽ വിദഗ്ധരടക്കം അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഹാങ് ചെയ്ത് ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുസ്തഫയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ആ ശ്രമം വിജയം കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. 6 മണിക്കൂറോളം അടുക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. 6 മണിക്കൂർ പിന്നിടുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട്. ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്.
നടത്തുന്നത്. പോലീസും അവർക്കൊപ്പമുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കമുള്ള സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. അങ്ങനെ ജില്ലാ ഭരണകൂടത്തിന്റെയും പൂർണ്ണ പിന്തുണയോട് കൂടിയുള്ള രക്ഷാപ്രവർത്തനം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്തഫയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹം ലോറിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ചതുപ്പിൽ താഴ്ന്ന ലോറി ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. ഇനി ലോറി ഉയർത്തുക എന്നുള്ളതാണ്. അതിനായി ബെൽറ്റും കയറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ലോറി അവിടെ നിന്ന് ഉയർത്തിയെടുക്കുക എന്നുള്ളതും ശ്രമകരമായൊരു ദൗത്യമാണ്. 70 അടി താഴ്ചയിലേക്കാണ് ഈ ലോറി മറിഞ്ഞിട്ടുള്ളത്. മുസ്തഫ ലോറിക്കുള്ളിലുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്നത് സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. അത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അല്പസമയത്തിനകം അദ്ദേഹത്തെ പുറത്തെടുക്കും എന്നതാണ് നമ്മൾ കരുതുന്നത്. ആ സമയം തത്സമയം നമ്മൾ വിശദാംശങ്ങൾ ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ സിസ്റ്റത്തെ പഴിച്ച് തലയൂരാൻ ഡോക്ടേഴ്സ്. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈകഴുകാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവിന്റെ വാർത്ത ഇന്നലെ 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ശസ്ത്രക്രിയയിൽ വീഴ്ച സമ്മതിക്കുന്നുണ്ടെങ്കിലും ആൾക്ഷാമം ഉൾപ്പെടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ. കോവിഡ് സമയത്തായിരുന്നു ശസ്ത്രക്രിയയെന്നും ഡോക്ടേഴ്സിന്റെ വാദം. സ്റ്റാഫുകളുടെ അഭാവം കൊണ്ട് നമുക്ക് ഈ ഫ്ലോർ നഴ്സും സ്ക്രബ് നഴ്സും എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇൻചാർജ് സിസ്റ്റർ, സെറ്റിംഗ് സിസ്റ്റർ, സ്ക്രബ് നഴ്സ് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് എല്ലാ ജോലിയും ഒരുപോലെ തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. കാരണം അത്ര ഷോർട്ടേജ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്നും അന്ന് യൂണിറ്റ് ചുമതലയുണ്ടായിരുന്നത് ഡോക്ടർ ലളിതാംബികയ്ക്കാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയത് ഓർമ്മയില്ല എന്നാണ് ഇരുവരുടെയും പ്രതികരണം. ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെയാണ്. അവരുടെ ഡിഫിക്കൽറ്റി വരുമ്പോൾ നമ്മൾ കയറും. മനസ്സിലായില്ലേ? 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ഡോക്ടേഴ്സിന് കൈകഴുകാനാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി. ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ? അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഥവാ അതിലും ഗൗരവതരമാണ്. ശസ്ത്രക്രിയാ പിഴവ് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. ഡോക്ടേഴ്സ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെങ്കിൽ അതും അന്വേഷിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. 24 ആലപ്പുഴ. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലെ കത്രിക നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നാളെയാണ്. കൊച്ചി അമൃത ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. ചികിത്സാ പിഴവിൽ ഉഷയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രിയോടെയാണ് ഉഷ ജോസഫിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉഷയെ പിന്നീട് ഗാസ്ട്രോ വിഭാഗത്തിലേക്ക് മാറ്റി. രാവിലെ തന്നെ CT സ്കാനും എടുത്തു. നാളെ കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നടത്തും. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉഷയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. അമ്പലപ്പുഴ സ്റ്റേഷനിലെത്തി ഉഷയുടെ ബന്ധുവാണ് പരാതി നൽകിയത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം അറിയിച്ചു. ഇതിനെതിരെ നമുക്ക് നടപടി നമുക്ക് വേണമല്ലോ. ഇപ്പം പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിപ്പോൾ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഉഷയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മകൻ ഷിബിനെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി. ഇതിനിടെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ ആശുപത്രിയിലെത്തി ഉഷയെ കണ്ടു. ചികിത്സാ പിഴവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24 കൊച്ചി. ചികിത്സാ പിഴവ് ആരോപണത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. സിസ്റ്റം നന്നാകണമെങ്കിൽ മന്ത്രി വീണ ജോർജ് മാറണമെന്ന് നേതാക്കൾ പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തി പ്രതിഷേധിച്ചത് നാടകീയതകൾക്ക് ഇടയാക്കി. പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ ഡേഞ്ചർ സോൺ എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന്റെ ചേംബറിലായിരുന്നു വാർത്താ സമ്മേളനം. ഇവിടേക്കാണ് വൻ പോലീസ് സന്നാഹത്തെ മറികടന്ന് യൂത്ത് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി.
ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ രാഷ്ട്രീയ യുവജന സംഘടനാ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും എത്തിയത് സംഘർഷത്തിനിടയാക്കി. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം രംഗത്തെത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ ഡേഞ്ചർ സോൺ, സിസ്റ്റം ഫെയിൽ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അനാസ്ഥയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം. അവർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. പബ്ലിസിറ്റി അല്ലല്ലോ, ഇതാണ് റിയാലിറ്റി. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ ഡേഞ്ചർ സോൺ, സിസ്റ്റം ഫെയിലിയർ ഏരിയ എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ വൈകാരിക പ്രതികരണവുമായി കുടുംബം. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കൂടുതൽ കൈക്കൂലി കൊടുക്കണമായിരുന്നു എന്ന് കുടുംബം ചോദിച്ചു. അതേസമയം പ്രതിഷേധക്കാർ ആശുപത്രി സൂപ്രണ്ടിനെ മർദ്ദിച്ചെന്നാരോപിച്ച് സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന KGMOയെ ആശുപത്രിയിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അവരെ പിഴവ് കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നതാണ് അവർ. എന്നിട്ട് ഇവർ ഓടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കൊച്ചിൻ്റെ അച്ഛനെ ഇവിടെ ബ്ലഡ്, തള്ളേരെ സ്വഭാവം കൂടെ മാറണ കണ്ടപ്പോൾ ബ്ലഡ് കൊണ്ടുപോകാന്ന് വിളിച്ച് എൻ്റെ മോൻ തലേ ദിവസം തന്നെ ബ്ലഡ് പേപ്പേഴ്സ് മൊത്തം ഞങ്ങളുടെ ചോദിക്കണ്. പിന്നെ എൻ്റെ മോൻ ആ ബ്ലഡ് കൊണ്ടുവന്ന് വച്ചിരുന്നടുത്ത് അമ്മ ഓടിപ്പോയി ചെന്ന് പിന്നെ ബ്ലഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിസ്റ്റർ ഓടിക്കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് പോണ്. തള്ളേരെ മരണവും കൂടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ഈ ബഹളം കാണിച്ചത്. കുഞ്ഞിന്റെ മരണത്തിൽ ഡോക്ടർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 11 മണിക്കൂറാണ് ആശുപത്രിയിൽ ചികിത്സ വൈകിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. അതേസമയം പ്രതിഷേധത്തിനിടയിൽ സൂപ്രണ്ടിനെ അകാരണമായി മർദ്ദിച്ചെന്നും പ്രാഥമിക അന്വേഷണം നടത്താതെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന ആശുപത്രി പ്രവർത്തനങ്ങൾ ബഹിഷ്കരിച്ച് സമരം നടത്തി. കാഷ്വാലിറ്റി ഒഴികെ OP പ്രവർത്തനങ്ങളും നിർത്തിവെച്ചാണ് പ്രതിഷേധം. 10,000-ൽ കൈപ്പിഴമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ആശുപത്രിയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ജീവനക്കാർ ഈ സമരം നടത്തുന്നത്. നാളത്തെ യോഗത്തിന് ശേഷം ജില്ലാതലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ട്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. 24 തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന കാലത്തെ വിവാദ നടപടിയിൽ വെളിപ്പെടുത്തലുമായി BJP നേതാവ് PS ശ്രീധരൻപിള്ള. ആചാരലംഘനമുണ്ടായാൽ നടയടച്ചിടാനും ശുദ്ധികലശം നടത്താനും തന്ത്രിയോട് പറഞ്ഞത് താനാണെന്ന് ശ്രീധരൻപിള്ള പുതിയ പുസ്തകത്തിൽ പറയുന്നു. ചെങ്ങന്നൂരിലെത്തി തന്ത്രി കണ്ഠരര് രാജീവരെ കണ്ട ശ്രീധരൻപിള്ള ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകം കൈമാറി. തന്ത്രിയെ ജയിലിലാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് BJPയുടെ ആരോപണം. നാളെ പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകത്തിലാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് PS ശ്രീധരൻപിള്ളയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ. ആചാരലംഘനമുണ്ടായാൽ നടയടച്ചിടാൻ തന്ത്രിയോട് താൻ പറഞ്ഞെന്ന് ശ്രീധരൻപിള്ള പുസ്തകത്തിൽ തുറന്നു പറഞ്ഞു. അത് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാകില്ലെന്ന് തന്ത്രിയെ അറിയിച്ചു. ഫോണിൽ വിളിച്ചായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകത്തിലൂടെയാണ് PS ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ ഫോണിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നട അടച്ചിടാം, പ്രതിസ്ഥാനീയന് നട അടച്ചിടാം. അത് അടച്ചിടുന്നതിന് ഒരു നിലയ്ക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല, അത് നിയമലംഘനമാവില്ല, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാവില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവരെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി ശ്രീധരൻപിള്ള കണ്ടു. ആത്മഹത്യയുടെ വക്കിലെത്തിയെന്ന് തന്ത്രി തന്നോട് പറഞ്ഞതായി PS ശ്രീധരൻപിള്ള. സത്യം അതങ്ങനെ നമ്മുടെ മുമ്പിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ആ മനുഷ്യൻ ഇതെല്ലാം കേട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തിനെ ഇങ്ങനെ ക്രൂശിക്കണം? ഇതാണോ നീതി? ഈസ് ഇറ്റ് ദ സിസ്റ്റം ഓഫ് ലോ ഫോളോഡ് ബൈ us? യുവതീ പ്രവേശനത്തിൽ നട അടച്ചിട്ടതിന് പിന്നിലെ വൈരാഗ്യമാണ് തന്ത്രിക്കെതിരായ നടപടിക്ക് പിന്നിലെന്നാണ് BJPയുടെ ആരോപണം. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും BJP ആരോപിക്കുന്നു. 24 പത്തനംതിട്ട. ശബരിമലയിലെ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിനുള്ള പ്രതികാരമാണ് തന്റെ അറസ്റ്റിന് കാരണമെന്ന ഗുരുതര ആരോപണവുമായി തന്ത്രി കണ്ഠരര് രാജീവര്. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് ആരോപണം. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രിയാണെന്നും തന്ത്രിക്കെതിരെ സാക്ഷിമൊഴികളുണ്ട് എന്നുമാണ് SITയുടെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്കുണ്ടായത് വലിയ വീഴ്ച. തന്റെ അറസ്റ്റിനു പിന്നിൽ പ്രതികാരമെന്നായിരുന്നു കോടതിയിൽ തന്ത്രിയുടെ വാദം.
ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതും ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതുമാണ് പ്രതികാര കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമെന്നും തന്ത്രി വാദമുയർത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചുവെന്നും ഗുരുതരാരോപണം. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നായിരുന്നു SIT കോടതിയിൽ ഉന്നയിച്ച വാദം. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി. സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദം. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് SITക്ക് തെളിയിക്കാനായില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷന്റെ ദുർബലമായ വാദങ്ങളാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാവാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കേസിൽ S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 24 കൊല്ലം. ബാർ സമയം കൂട്ടിയതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി MP രാജേഷ്. ബാർ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കത്തിക്കാനുള്ള നല്ല കോലം തന്റേതാണെന്ന് തോന്നുന്നെങ്കിൽ കത്തിക്കട്ടെ എന്നും MP രാജേഷ് പ്രതികരിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് കത്തിക്കാനൊരു കോലം കിട്ടണമെങ്കിൽ ഇരുന്നോട്ടെ, അതിലൊന്നും നമുക്ക് വലിയ ആക്ഷേപമില്ല. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരസാധ്യത തള്ളാതെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കും. മത്സരിക്കുമെന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ ദുഷ്ടലാക്ക് കാണുന്നില്ലെന്നും മറിയ ഉമ്മൻ 24-നോട് പറഞ്ഞു. 24 ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലായിരുന്നു പ്രതികരണം. ഞാനും വാർത്തകളിൽ കണ്ടു, ഓൺലൈൻ വാർത്തയിൽ യൂട്യൂബിലെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം ദുഷ്ടലാക്കോടുകൂടി ചെയ്ത് അത് എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ അതെല്ലാം ദുഷ്ടലാക്കോടുകൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ ബിഗ് നോ ടു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. അതെ, ആരെങ്കിലും ഈ പറഞ്ഞവരിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ, അപ്പോഴല്ലേ നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം. സ്പോർട്സ് വാർത്തയിലേക്ക്. 2020 ലോകകപ്പിലെ ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് സമാപനം. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഒമാനെ നേരിടും. ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഞെട്ടലാണ് മൈറ്റി ഓസീസിന്റെ ഗ്രൂപ്പ് റൗണ്ട് എക്സിറ്റ്. സിംബാബ്വേക്കും ശ്രീലങ്കയ്ക്കുമെതിരെയായിരുന്നു മുൻ ചാമ്പ്യന്മാരുടെ തോൽവികൾ. ജയിക്കാനായത് അയർലൻഡിനോട് മാത്രം. പാറ്റ് കമ്മിൻസിന്റെയും ജോഷ് ഹേസൽവുഡിന്റെയും പരിക്കിന് പഴിചാരാമെങ്കിലും ഓസ്ട്രേലിയ അത് കാരണമാക്കുന്നത് ശരിയല്ലെന്നാണ് ഇതിഹാസ താരങ്ങൾ അടക്കമുള്ളവരുടെ വിമർശനം. എതിരാളികളെ വില കുറച്ച് കണ്ടതും ടീം സെലക്ഷനുമൊക്കെ കങ്കാരുക്കൾക്ക് കാലിടറി. അവസാന ഗ്രൂപ്പ് പോരിൽ ഒമാനെ തോൽപ്പിച്ച നാണക്കേടിന്റെ ഭാരം കുറയ്ക്കാനാകും ഇനി ശ്രമം. സ്റ്റീവ് സ്മിത്തിന് ഈ മത്സരത്തിൽ അവസരം കിട്ടുമോ എന്ന് കണ്ടറിയണം. അതേസമയം ഓസ്ട്രേലിയയെ അട്ടിമറിക്കാമെന്ന അതിമോഹമൊന്നുമില്ലെങ്കിലും സമ്പൂർണ്ണ തോൽവിയുടെ നാണക്കേട് ഒഴിവാക്കാനായിരിക്കും ഒമാന്റെ മോഹം. കഴിഞ്ഞ ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 39 റൺസിനായിരുന്നു ഓസ്ട്രേലിയയുടെ ജയം. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.